ഹായ്, ഇറ്റ്സ് മീ നീതു കിരൺ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സാരി കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എമർജൻസി ആയിട്ട് ചാലക്കുടിയിൽ സാരീസൊക്കെ തപ്പി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലോട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെയർ ചെയ്തിട്ടുള്ളത് മോഡൽ സിൽക്കിൽ വരുന്ന സിംഗിൾ പീസ് കളക്ഷനാണ്. അതുപോലെ ഡിഫറെൻറ്റ് കളർ ടോൺസിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ ഒരു ക്യാഷ് വെയർ ഒക്കെ ആയിട്ടും നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പ്ലെയിൻ സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു സീക്വൻസ് എന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം സിൽക്കിൽ വരുന്നൊരു സാരിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഇതൊരു സിംഗിൾ കളറാണ് ഇത് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ഇതിലൊരു ചെറിയ ത്രെഡ് വെച്ചിട്ട് ത്രൂ ഔട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനായാലും വിത്ത് ബ്ലൗസ് ആണെങ്കിലും വരുന്നുണ്ട്. ഒരു കോൺട്രാസ്റ്റ് രീതിയിലാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക് വരുന്ന ഒരു ഓഫ് വൈറ്റ് ബേസിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിലൊരു ക്രോസ് സ്റ്റിച്ച് ഫോമാറ്റിലാണ് നമ്മൾ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇത് ബാപ്റ്റിസം അല്ലെങ്കിൽ ഒരു ഹോളി കമ്മ്യൂണിയൻ അതിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇതിന് നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. ബ്ലൗസിലും നമുക്ക് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. അതായത് സിമ്പിൾ ആണ് എന്ന് വെച്ചാൽ കുറച്ചൊരു എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് നമുക്കിത് ഷോട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ടിഷ്യൂ ബേസിൽ വരുന്നൊരു സാരിയാണ്. അതായത് നമുക്ക് ഓണം അല്ലെങ്കിൽ വിഷു അതിനൊക്കെ നമുക്ക് അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൽ നമുക്ക് പോൾക്കാ ഡോട്ട്സ് വരുന്നുണ്ട്, ത്രോട്ട് സാരി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വന്നു, ഡ്രസ്സൊന്നും സെറ്റ് ആയിട്ടില്ല. അപ്പം ഇനി ടെൻഷൻ അടിക്കേണ്ട, നേരെ നീതു കിരണിലേക്ക് വരാം.